Hi everyone, welcome to my channel. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബുള്ളിയൻ റോസ് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് എംബ്രോയിഡറി റിങ്, ഒരു ക്ലോത്ത്, അതുപോലെ തന്നെ എംബ്രോയിഡറി ത്രെഡുകൾ വേണം. ഞാനിവിടെ 3 കളർ ത്രെഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള കളർ എടുക്കാം. പിന്നെ ഒരു ചോക്ക്, കത്രിക, അതുപോലെ തന്നെ ഒരു സൂചി. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഡിസൈൻ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരച്ചെടുക്കാം. ഞാനിതിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി റൗണ്ടും പിന്നെ ലീഫിനുള്ളതും വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സൂചിയിൽ നൂല് കോർക്കുക. ഇനി നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കുന്നുള്ളത് പെട്ടെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് സെൻറ്ററിൽ നിന്നും ഇങ്ങനെ സൂചി കുത്തിയിട്ട് വലിച്ചെടുക്കുക. എന്നിട്ട് ഒരു ഫ്രഞ്ച് നോട്ട് അവിടെ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് അതിന് ചുറ്റുമാണ് നമ്മളുടെ ബുള്ളിയൻ റോസിനുള്ള ബുള്ളിയൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കിക്കോളൂ. ബുള്ളിയൻ റോസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സൂചി വളരെ തിന്നായിട്ടുള്ള സൂചി എടുക്കരുത്. അത്യാവശ്യം നല്ല വീതിയുള്ള സൂചി എടുക്കുക. അത്യാവശ്യം നല്ല വണ്ണമുള്ള സൂചി എടുത്താൽ നമുക്ക് അത് നല്ല ഭംഗിയിൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഇങ്ങനെ ചുറ്റുമ്പോൾ നമ്മൾ കുറച്ച് ലൂസായിട്ട് ചുറ്റണം, നല്ല ടൈറ്റായിട്ട് ചുറ്റാൻ പാടില്ല. അങ്ങനെ ടൈറ്റായിട്ട് ചുറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പെറ്റൽ അത്രയ്ക്ക് ഭംഗിയിൽ കിട്ടില്ല. ഇതിങ്ങനെ വലിച്ചെടുക്കണം. അപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഇത് നമുക്കിവിടെ സെക്യൂർ ചെയ്യാനായിട്ട് ഇങ്ങനെ കുത്തിയിട്ട് താഴേക്ക് വലിച്ച് അതവിടെ സെക്യൂർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു പെറ്റൽ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള പെറ്റലും അതുപോലെ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ബുള്ളിയൻ റോസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അകത്തുള്ള പെറ്റൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പുറത്തുള്ള പെറ്റൽസാണ്. അപ്പോൾ അതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ആ റൗണ്ടിനനുസരിച്ച്, കറക്റ്റ് റൗണ്ടിനനുസരിച്ച് അതങ്ങനെ ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഫ്ലവർ നല്ല തിക്കായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഇഴയിൽ തന്നെ 6 നൂലുകൾ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ എടുക്കണം. അപ്പോൾ ഒരു ഇഴയിൽ 3 നൂലായിട്ട് എടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ 6 നൂലുള്ള ഒരു ഇഴ എടുക്കേണ്ടത്. അങ്ങനെ എടുത്താൽ ഇത് നല്ല തിക്കായിട്ട് നല്ല ഭംഗിയിൽ ആ റോസ് നമുക്ക് നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കളർ കോമ്പിനേഷൻ, നമ്മൾ ഏത് ഡ്രസ്സിലാണോ അല്ലെങ്കിൽ ഒരു എംബ്രോയിഡറി ഇതുപോലൊരു റിങ്ങിൽ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ എപ്പോഴും നൂലിൻ്റെ കളർ കോമ്പിനേഷൻസ് നോക്കണം. ഇപ്പോൾ ഒരു ഡാർക്ക് ഷെയ്ഡ് കളറാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്യുക. അങ്ങനെ ആ ഒരു കളറിൻ്റെ പല ഷെയ്ഡ്സുകൾ ഉണ്ടാവും ഒരു കളറിന് തന്നെ. അപ്പോൾ അങ്ങനെ ഒരു കളറിൻ്റെ ഷെയ്ഡ്സുകൾ നോക്കിയിട്ട് എടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ ഒരു വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഡ്രസ്സുമേലാണെന്നുണ്ടെങ്കിലും അതിന് നിങ്ങളെടുക്കുന്ന ക്ലോത്തിൻ്റെ ആ കളർ കോമ്പിനേഷൻ അനുസരിച്ച് നിങ്ങൾ ഈ ഒരു ഫ്ലവറിന് വേണ്ടിയിട്ടുള്ള ത്രെഡ് സെലക്ട് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും അത് ചെയ്തു വരുമ്പോൾ. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം.
അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബുള്ളിയൻ റോസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു കുഞ്ഞു ബുള്ളിയൻ റോസും കൂടി ചെയ്യുന്നുണ്ട്. നേരത്തെ ചെയ്തത് അല്പം വലുതായിരുന്നു. ഇനി ഒരു കുഞ്ഞു ബുള്ളിയൻ റോസും കൂടി ചെയ്ത് കാണിക്കാം. അങ്ങനെ നമ്മളുടെ 2 ബുള്ളിയൻ റോസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് ലീഫ് കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലീഫ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് നോക്കാം. ലീഫ് നമുക്ക് ഒരുപാട് രൂപത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. സാറ്റിനായിട്ട് ചെയ്തെടുക്കാം, അതുപോലെ തന്നെ ഫ്ലൈ സ്റ്റിച്ചായിട്ട് ചെയ്തെടുക്കാം, വി സ്റ്റിച്ചായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഫിഷ് ബോൺ ആണ്, ഫിഷ് ബോൺ ലീഫാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രൂപത്തിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് ലീഫ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ബുള്ളിയൻ റോസ് കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര പണിയുള്ളൂ ഇത് ചെയ്തെടുക്കാൻ. ഇത് ചെയ്ത് നമ്മൾ ഡ്രസ്സിലൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞ പോലെ കളർ ഷെയ്ഡ്, അതുപോലെ തന്നെ നീഡിൽ, ത്രെഡ്, പിന്നെ നിങ്ങൾ ഇടയിലൊക്കെ ബീഡ്സുകളും പേൾസൊക്കെ യൂസ് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ഡ്രസ്സ് നല്ല ഹൈലൈറ്റ് ആയിട്ട് കിടക്കും. ഇപ്പം ഞാൻ ചെയ്തൊരു വർക്ക് ഇതിൽ ഞാൻ ഈ പിക്കിൽ കാണുന്നത് ഇത് ഞാൻ ചെയ്തൊരു വർക്കാണ്. ഇതിൽ ഞാൻ ബീഡ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഡ്രസ്സിലൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടെടുക്കാം. ഒരു വെറൈറ്റി മോഡൽ ഡ്രസ്സൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോസുമായിട്ട് വരുന്നത് വരെ ശുഭദിനം.